ഉച്ചവെയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയം. നാട്ടിൻപുറത്തെ വിജനമായ ടാർ റോഡ്. കവലയിലെ ബഹളങ്ങളിൽ നിന്ന് മാറി ആര്യ ഒറ്റയ്ക്ക് വീടുകളിലേക്ക് പോകുന്ന വഴിയിലൂടെ നടന്നു വരുന്നു. കാറ്റിൽ വറ്റിവരണ്ട പൊടിപടലങ്ങൾ ഉയരുന്നുണ്ട്. ആര്യയുടെ കയ്യിൽ ഹസൻക നൽകിയ ആദ്യത്തെ വരുമാനമായ ഏതാനും നോട്ടുകളും കുറച്ച് ചില്ലറത്തുട്ടുകളും ഉണ്ട്. വിയർപ്പും പൊടിയും നിറഞ്ഞ അവളുടെ മുഖത്ത് പക്ഷേ ചെറിയൊരു ആശ്വാസത്തിന്റെ നിഴലുണ്ട്. ആര്യ മനസ്സിൽ ഓർക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആദ്യത്തെ പണം. ഹസൻക ഈ പണം കയ്യിൽ തന്നപ്പോൾ കൈകൾ വിറച്ചുപോയി. സുധിയേട്ടന്റെ കയ്യിൽ പണമില്ലാതെ, കുട്ടികൾക്ക് ഒരു മിഠായി പോലും വാങ്ങാൻ നൽകാൻ കഴിയാതെ വിഷമിച്ച ദിവസങ്ങൾ. ഇനി ഞാൻ തളരില്ല. ഈ കൊച്ചു തുക ഞങ്ങളുടെ വിശപ്പടക്കാനുള്ള വഴി തുറക്കും. കടങ്ങളെല്ലാം വീട്ടി സുധിയേട്ടന്റെ തല ഉയർത്തി പിടിച്ച് എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണം. സ്വന്തം വീട്ടുകാർ തള്ളി പറഞ്ഞെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ലല്ലോ. പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പഴകിയ ബൈക്കിന്റെ ഇരമ്പൽ ശബ്ദം കേൾക്കുന്നു. റോഡിന്റെ വശങ്ങളിലുമുള്ള മരച്ചില്ലകളെ ഇളക്കി മറിച്ച് ആര്യയുടെ തൊട്ടുമുന്നിലേക്ക് ബൈക്ക് വെട്ടിച്ചു നിർത്തുന്നു. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നത് നാട്ടിലെ ക്രൂരനായ പലിശക്കാരൻ രാമനാഥനാണ്. അവന്റെ കണ്ണുകളിൽ കോപവും ക്രൂരതയും മാത്രം. റോട്ടിൽ പോകുന്ന 4-5 നാട്ടുകാർ കാര്യമെന്തെന്നറിയാൻ ആ വഴിയിൽ നിൽക്കുന്നു. ആര്യയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭയം കാരണം അവളുടെ കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. രാമനാഥൻ അലറിക്കൊണ്ട് കയ്യിലെ വടി ബൈക്കിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, എടി ആര്യ, നിന്റെ അഹങ്കാരം ഞാൻ കുറെ നാളായി കാണുന്നുണ്ട്. എവിടെടി ആ ഒന്നിനും കൊള്ളാത്ത നിന്റെ ഭർത്താവ് സുധി? മാസങ്ങളായി ഞാൻ തന്ന പണത്തിന്റെ പലിശ തിരികെ ചോദിക്കുന്നു. ഇന്നും പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ വീടിന്റെ ആധാരം ഞാൻ കൊണ്ടുപോകും. നാളെ രാവിലെ നിങ്ങൾ ആ വീട്ടിൽ കാണരുത്. ആര്യ കൈകൾ കൂപ്പി വിയർത്തൊലിക്കുന്ന മുഖത്തോടെ പറഞ്ഞു. രാമനാഥേട്ടാ, ദയവ് ചെയ്ത് അല്പം സമയം കൂടി തരണം. സുധിയേട്ടന് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ എങ്ങോട്ടും ഒളിച്ചോടില്ല. രാമനാഥൻ വീണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ ഒഴികഴിവ് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. തെരുവിൽ ഇറങ്ങി നടക്കുന്ന പെണ്ണല്ലേ നീ? പണമില്ലെങ്കിൽ നിന്റെ ആധാരവും വീട്ടുപകരണങ്ങളും ജപ്തി ചെയ്യും. നാളെ ഞാൻ വീട്ടുപടിക്കൽ വന്ന് കിടക്കും. നോക്കാൻ നിങ്ങളുടെ മാന്യത. വഴിയാത്രക്കാരും നാട്ടുകാരും അപമാനത്തോടെ ആര്യയെ നോക്കി ചിരിക്കുന്നു. ചിലർ ഫോണിൽ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നു. ആ അപമാനം ആര്യയ്ക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ ഉണ്ടാക്കിയ തുകയെക്കുറിച്ച് അവൾ ഓർത്തപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ ആ പണം അവൾ പുറത്തെടുക്കുന്നു. ആര്യ വിറയ്ക്കുന്ന ശബ്ദത്തിൽ തളർച്ചയോടെ പറഞ്ഞു, രാമനാഥേട്ടാ, ദയവ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്. ഇതാ എൻ്റെ കയ്യിൽ തൽക്കാലം ഈ പണം മാത്രമേയുള്ളൂ. ഹസൻകായുടെ കടയിൽ പലഹാരം വിറ്റ് എനിക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനമാണിത്. ഇത് തൽക്കാലം പിടിക്ക്. രാമനാഥൻ ദേഷ്യത്തോടെ ആ പണം പിടിച്ചു വാങ്ങി വലിച്ച് ഡ്രോയറിലേക്ക് ഇടുന്നു. രാമനാഥൻ പരിഹാസത്തോടെ, ഇത്ര ചെറിയ തുകയോ? ഇതെന്റെ പലിശയുടെ 1/4 പോലും ആകില്ല. എന്നാൽ തൽക്കാലം ഞാൻ പോകും. പക്ഷെ ഓർത്തു വെച്ചോ, അടുത്ത ആഴ്ച മുഴുവൻ പണവും തന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ വഴിയാധാരമാക്കും. രാമനാഥൻ ബൈക്കെടുത്ത് പൊടി പറത്തി പോകുമ്പോൾ നാട്ടുകാരുടെ കണ്ണുകളിൽ അപ്പോഴും പരിഹാസം മാത്രമായിരുന്നു. ആര്യ തകർന്നു പോയി. സാരിത്തുമ്പ് കൊണ്ട് മുഖം പൊത്തി അവൾ വീട്ടിലേക്ക് ഓടുന്നു. ആര്യയുടെ വീടിന്റെ അകത്തളം. മങ്ങിയ വെളിച്ചം മാത്രം കടന്നു വരുന്ന മുറി. മേശപ്പുറത്ത് ഒഴിഞ്ഞ പാത്രങ്ങളും വാടക ബില്ലുകളും കൂട്ടിയിട്ടിരിക്കുന്നു. ഉമ്മറത്തെ വാതിൽ ശക്തിയായി തുറന്ന് ആര്യ അകത്തേക്ക് കയറി വാതിലടച്ച് തറയിലേക്ക് ഊർന്നിരിക്കുന്നു. സുധി മുറിയിൽ നിന്ന് ഓടിയെത്തുന്നു. ഭാര്യ തറയിലിരുന്ന് ഏങ്ങി കരയുന്നത് കണ്ട് അവൻ പരിഭ്രാന്തനായി അവളുടെ അരികിൽ മുട്ടുകുത്തിയിരിക്കുന്നു. സുധി ആശങ്കയോടെ ആര്യയുടെ തോളിൽ പിടിച്ച്, ആര്യ, എന്തു പറ്റി? എന്തിനെങ്ങനെ കരയുന്നത്? കടയിൽ എന്തു പറ്റി? ഹസൻക്ക് എന്തേലും പറഞ്ഞോ? ആര്യ സങ്കടം സഹിക്കാനാവാതെ സുധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സുധിയേട്ടാ, നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? വഴിയിൽ വെച്ച് രാമനാഥൻ എന്നെ തടഞ്ഞു നിർത്തി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഏറെ അസഭ്യം പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ വരുമാനവും അവർ പിടിച്ചെടുത്തു. സുധിയേട്ടാ, എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ വയ്യ. സുധി കണ്ണീർ തടയാനാവാതെ സ്വയം പഴിചാരിക്കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കടി ആര്യ. അതെല്ലാം എൻ്റെ തെറ്റാണ്. ആണുങ്ങൾ കുടുംബം നോക്കണം. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ഇന്ന് രാവിലെ മുതൽ ഞാൻ ടൗണിൽ ഓരോ കടയിലും കയറി ഇറങ്ങി. ഒരു കൂലിപ്പണി പോലും എനിക്ക് കിട്ടിയില്ല ആര്യ. നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഞാനാണ്. എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ടി വന്നതാണല്ലോ നിന്റെ വിധി. രണ്ടുപേരും ആ നിരാശയിലും തകർച്ചയിലും കെട്ടിപ്പിടിച്ച് കരയുന്നു. സുധിയുടെ നെഞ്ചിൽ ആര്യയുടെ കണ്ണീരും ആര്യയുടെ തലയിൽ സുധിയുടെ വിയർപ്പും ഇറ്റു വീഴുന്നു. വൈകുന്നേരം 4 മണി. പുറത്ത് നേരിയ മഴക്കാർ മൂടുന്നു. യൂണിഫോം ഇട്ട് ബാഗും തൂക്കി ആര്യയുടെ 2 ചെറിയ മക്കൾ കരഞ്ഞുകൊണ്ട് വീട്ടുപടിക്കിലേക്ക് ഓടിയെത്തുന്നു. മൂത്ത കുട്ടി കണ്ണീരോടെ പറഞ്ഞു, അമ്മേ, ടീച്ചർ ഞങ്ങളോട് നാളെ മുതൽ സ്കൂളിൽ വരരുതെന്ന് പറഞ്ഞു. ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ എല്ലാവരുടെയും മുന്നിൽ നിർത്തി ചീത്ത പറഞ്ഞു. കൂട്ടുകാരൊക്കെ ഞങ്ങളെ കളിയാക്കി ചിരിച്ചു. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, അമ്മേ, എനിക്ക് പേടിയാകുന്നു. നാളെ ഫീസ് കൊടുത്തില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കില്ലത്രേ. കുഞ്ഞുങ്ങളുടെ വാക്കുകൾ ആര്യയുടെയും സുധിയുടെയും നെഞ്ചിൽ മൂർച്ചയുള്ള കത്തി പോലെ തറഞ്ഞു കയറുന്നു. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നേരിടേണ്ടി വന്ന അപമാനം ആര്യയുടെ ഉള്ളിലെ അമ്മയെ ഉണർത്തുന്നു.
അവൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കണ്ണീർ തുടച്ചു കൊടുക്കുന്നു. പെട്ടെന്നാണ് മുറ്റത്ത് ഒരു കുടയും ചൂടി രാഘവേട്ടൻ കടന്നു വരുന്നത്. ഉമ്മറത്തെ കാഴ്ച കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് പിടയുന്നു. രാഘവേട്ടൻ കരുതലോടെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, എന്താ സുധി ഇത്? എന്താ മക്കളെ കരയുന്നത്? ആര്യ, നിന്റെ മുഖം എന്തെങ്ങനെ വാടിയിരിക്കുന്നത്? സുധി തലതാഴ്ത്തി പറഞ്ഞു, രാഘവേട്ടാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. രാമനാഥൻ വഴിയിൽ വെച്ച് ആര്യയെ ചീത്ത പറഞ്ഞു. കുട്ടികളുടെ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല, എനിക്ക് ജോലിയുമില്ല, ഞങ്ങൾ ഇനി എന്തു ചെയ്യും? രാഘവേട്ടൻ ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞു. നിർത്തട സുധി, തളർന്നു പോകാൻ നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ തോറ്റു കൊടുക്കുന്നതാണോ ആണുങ്ങൾക്ക് ചേർന്നത്? ആര്യ നോക്ക്, അവൾ രാമനാഥന് മുന്നിൽ പണം കൊടുത്തു. അതിനർത്ഥം അവൾ പോരാടാൻ തയ്യാറാണ് എന്നാണ്. ഹസൻകായുടെ കടയിൽ അവൾ കൊടുത്ത പലഹാരത്തിന് നാട്ടിൽ നല്ല പേരാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാം. കടകൾ തോറും പലഹാരങ്ങൾ എത്തിക്കാം. വേറെയും വഴികളുണ്ട്. പെട്ടെന്ന് മേശപ്പുറത്തിരിക്കുന്ന പഴയ കീപാഡ് ഫോൺ ശബ്ദിക്കുന്നു. ആര്യ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുക്കുന്നു. ആര്യ പറഞ്ഞു, ഹസൻക ഫോണിലൂടെ വളരെ സന്തോഷത്തോടെ. മോളെ ആര്യ, നിന്നെ വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ കവലയിലെ റെസിഡൻസ് അസോസിയേഷന്റെ വലിയൊരു മീറ്റിംഗ് നാളെയുണ്ട്. ഇന്ന് രാവിലെ നീ കൊടുത്ത പലഹാരം കഴിച്ച അവർക്ക് അതിന്റെ രുചി നന്നായി ഇഷ്ടപ്പെട്ടു. നാളേക്ക് അവർക്ക് 200 കൊഴുക്കട്ടയും 100 വടയും വേണം. അഡ്വാൻസ് തുകയായി അവർ പണം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. നിനക്കത് ചെയ്യാൻ പറ്റുമോ മോളെ? വാർത്ത കേട്ട് ആര്യ ആകെ ഞെട്ടിപ്പോകുന്നു. 200 കൊഴുക്കട്ടയും 100 വടയും ഒരു രാത്രി കൊണ്ട് ഇത്രയും ഉണ്ടാക്കുക എന്നത് ഒറ്റയ്ക്ക് സാധ്യമല്ല. എന്നാൽ മനസ്സിൽ മക്കളുടെ ഫീസും രാമനാഥന്റെ ഭീഷണിയും ഓർമ്മ വന്നപ്പോൾ അവൾ ഭയത്തെ അതിജീവിക്കാൻ തീരുമാനിക്കുന്നു. ആര്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ചെയ്യാം ഹസൻക. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അത് നാളെ രാവിലെ എത്തിക്കാം. ഹസൻക പറഞ്ഞു, മിടുക്കി. അഡ്വാൻസ് തുക വാങ്ങിക്കാൻ നീ ഒരാളെ ഇങ്ങോട്ട് വിട്. സാധനങ്ങൾ വാങ്ങാനുള്ള പണം ഇതിലുണ്ട്. ആര്യ ഫോൺ വെച്ച് രാഘവേട്ടനോട് കാര്യം പറയുന്നു. രാഘവേട്ടൻ പുഞ്ചിരിയോടെ, കണ്ട ആര്യ, പടച്ചോൻ ഒരു വാതിൽ അടയ്ക്കുമ്പോൾ 10 വാതിൽ തുറക്കും എന്ന് പറയുന്നത് ഇതാണ്. നീ ഒറ്റയ്ക്ക് പേടിക്കേണ്ട. ഇന്ന് രാത്രി എൻ്റെ ഭാര്യയും മകൾ സുചിത്രയും ഇങ്ങോട്ട് വരും. പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അവർ നിന്നെ സഹായിക്കും. അതുപോലെ നിനക്ക് കിട്ടിയ ആ സ്കൂൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടല്ലോ, അത് ചെയ്യാനും എൻ്റെ മകളും കൂട്ടുകാരിയും നാളെ മുതൽ ഇവിടെ ഉണ്ടാകും. രാഘവേട്ടന്റെ ഈ വാക്കുകൾ ആര്യയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം നൽകുന്നു. സുധി വേഗത്തിൽ ഹസൻകായുടെ കടയിലേക്ക് അഡ്വാൻസ് തുക വാങ്ങാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുമായി ഓടുന്നു. മറുഭാഗത്ത് ആര്യയുടെ കുടുംബ വീട്. ആഡംബരം നിറഞ്ഞ വീടിന്റെ പൂമുഖത്ത് അച്ഛനും അമ്മയും അനിയൻ പ്രകാശനും ചായ കുടിച്ചിരിക്കുന്നു. അമ്മ വിരക്തിയോടെ പറഞ്ഞു, കേട്ടോ പ്രകാശ, ആ ആര്യ ഇപ്പോൾ നാട് മുഴുവൻ നടന്ന് കച്ചവടവും തുന്നലും നടത്തുവാണത്രേ. കുടുംബത്തിൽ ജനിച്ച പെണ്ണുങ്ങൾ തെരുവിൽ നടന്ന് നാണം കെടുത്തുന്നു. പ്രകാശൻ അഹങ്കാരത്തോടെ. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയ അമ്മേ ഇത്. അന്ന് എന്നോട് വഴക്കിട്ടതല്ലേ. ഞാനിപ്പോൾ അവളുടെ വീട്ടിൽ പോവുകയാണ്. ചായപീടികയിലിരുന്ന് തുന്നുന്ന ആ വലിയ ബിസിനസ്സുകാരിയെ ഒന്ന് കണ്ട് നല്ലവണ്ണം കളിയാക്കി വരാം. പ്രകാശൻ ആര്യയുടെ വീട്ടിലെത്തുന്നു. ഉമ്മറത്ത് തയ്യൽ മെഷീന് മുന്നിലിരിക്കുന്ന ആര്യയെ കണ്ട് അവൻ പരിഹസിച്ച് ചിരിക്കുന്നു. പ്രകാശൻ പറഞ്ഞു, ഓഹോ, ഇത് നമ്മുടെ വലിയ തയ്യൽക്കാരിയാണല്ലോ. എന്താടി ആര്യ, തെരുവിൽ നടന്ന് കച്ചവടം നടത്തുന്നതിലും നല്ലത് വല്ല കിണറ്റിലും പോയി ചാകുന്നതല്ലേ. നിന്റെ ഈ നാണം കെട്ട ജീവിതം കണ്ട് ഞങ്ങൾക്ക് തല ഉയർത്താൻ പറ്റുന്നില്ല. ആര്യ പതുക്കെ തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ മുൻപത്തെ ഭയമില്ലായിരുന്നു. തികഞ്ഞ ദൃഢതയോടെ അവൾ പ്രകാശന്റെ തൊട്ടുമുന്നിൽ ചെന്ന് നിൽക്കുന്നു. ആര്യ പറഞ്ഞു, നിർത്തിക്ക പ്രകാശ, നിന്റെ അഹങ്കാരം നിറഞ്ഞ നാവടക്ക്. അടുത്ത വീട്ടിലെ പട്ടിണി കണ്ട് ആനന്ദിക്കുന്ന നിന്നെപ്പോലുള്ള സഹോദരന്മാരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ നാണക്കേട്. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാന്യമായി അധ്വാനിക്കുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടുമില്ല. കേട്ടോ പ്രകാശ, ഞാൻ പട്ടിണി കിടന്നാലും നിന്റെ വീട്ടുപടിക്കൽ വന്ന് കൈനീട്ടില്ല. ഈ കൈകൾ കൊണ്ട് ഞാൻ അധ്വാനിച്ച് വിജയിച്ചു കാണിക്കും. ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ആര്യയുടെ ആ മറുപടിക്ക് മുന്നിൽ പ്രകാശൻ അന്തം വിട്ടു നിൽക്കുന്നു. ചുറ്റുമുള്ള അയൽവാസികൾ അത് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് നാണക്കേടായി. അവൻ ദേഷ്യത്തോടെ ബൈക്കെടുത്ത് അവിടുന്ന് പാഞ്ഞു പോകുന്നു. പ്രകാശൻ പോയി അല്പം കഴിഞ്ഞപ്പോൾ പ്രകാശന്റെ ഭാര്യ ശ്രീജ അങ്ങോട്ട് നടന്നു വരുന്നു. പാവവും സ്നേഹമുള്ളവളുമായ അവൾ ആര്യയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നു. ശ്രീജ കണ്ണീരോടെ, ആര്യേച്ചി, ഇവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ചേട്ടൻ ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം. ചേച്ചി തളരരുത്. ചേച്ചിയുടെ ഈ പോരാട്ടം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ശ്രീജ തന്റെ സാരിത്തുമ്പിൽ ഒളിപ്പിച്ചു വെച്ച ചെറിയൊരു സമ്പാദ്യം എടുത്ത് ആര്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. ശ്രീജ പറഞ്ഞു, ഇതെന്റെ ചെറിയൊരു സമ്പാദ്യമാണ് ചേച്ചി. വീട്ടിൽ ആരും അറിയരുത്. കുട്ടികളുടെ ഫീസിനായെങ്കിലും ഇത് വെച്ചോളൂ. ആര്യ വികാരപരിധിയായി ശ്രീജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീജ, നിന്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക്. പണം വേണ്ട. നിന്റെ ഈ നല്ല മനസ്സ് എനിക്ക് വലിയൊരു ഊർജമാണ്. മഴ പെയ്തു തോർന്ന ആ സന്ധ്യയിൽ രാഘവേട്ടന്റെ ഭാര്യയും മകളും പലഹാരം ഉണ്ടാക്കാനുള്ള സാമഗ്രികളുമായി ആര്യയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു.
വീടിനുള്ളിൽ ചിമ്മിനി വിളക്കുകൾ തെളിയുന്നു. പോരാട്ടത്തിന്റെ പുതിയൊരു പ്രഭാതത്തിനായി ആര്യയും കുടുംബവും പുതിയൊരു പ്രതീക്ഷയോടെ ഒന്നിക്കുന്നു.